നമസ്കാരം. കുവൈറ്റ് ചൂടിൽ നിന്നും പതിയെ മാറി ശൈത്യകാലത്തെ വരവേറ്റുകൊണ്ടിരിക്കുകയാണ്. അതുപോലെ നമ്മളെയൊക്കെ മുറിക്കുള്ളിൽ അടച്ചിട്ടിരുന്ന കോവിഡ് മഹാമാരിയിൽ നിന്നും ജനങ്ങളും സ്വദേശികളും വിദേശികളും അടക്കം പതിയെ പുറത്തേക്ക് ഇറങ്ങി തുടങ്ങിയിരിക്കുന്നു. കോവിഡ് പ്രോട്ടോക്കോളൊക്കെ പാലിച്ചുകൊണ്ട് തന്നെയാണെങ്കിലും ആളുകൾ പുറത്ത് കുട്ടികളുമൊക്കെയായി ബീച്ചിലും പാർക്കുകളിലും ഒക്കെ സജീവമായി തുടങ്ങി. പാൻഡമിക് പ്രതിസന്ധികളൊക്കെ നിലനിൽക്കുമ്പോൾ തന്നെയും നല്ല കാലാവസ്ഥയും അതുപോലെ പുത്തൻ പ്രതീക്ഷകളെയും വരവേറ്റുകൊണ്ട് എല്ലാവർക്കും ടൈംസ് ഓഫ് കുവൈറ്റിലേക്ക് സ്വാഗതം. കൂടിച്ചേരലുകളും ആഘോഷങ്ങളും നിന്നുപോയ ഒരു കാലത്തിന് ശേഷം കുവൈറ്റിലെ സാംസ്കാരിക രംഗം സജീവമായിക്കൊണ്ടിരിക്കുന്ന ഈ കാലത്തെ വാർത്തകളും വിശേഷങ്ങളുമായി ന്യൂസ് ദിസ് വീക്ക്. പ്രവാസ ജീവിതത്തിന്റെ തിരക്കിലും കോവിഡ് മാനദണ്ഡങ്ങളുടെ സമ്മർദ്ദങ്ങൾക്കുമിടയിൽ നിന്ന കാവ്യ ചേതന എന്ന മ്യൂസിക്കൽ ആൽബവുമായി ഒരു സൗഹൃദ കൂട്ടായ്മ. കവിയുടെ വരികൾക്ക് അനുസൃതമായ ഈണവും ദൃശ്യാവിഷ്കാരവും പകർന്നു നിർമ്മിച്ച പ്രണയാർദ്രമായ ആൽബം ശ്രദ്ധേയമായി. രാജീവ് ചുണ്ടമ്പറ്റ്, ഡെൽസൺ ഡേവിഡ്, ആൻഡോ പള്ളിയാൻ, തോമസ് പൈനാടത്ത്, അഭിലാഷ് കൊക്കാട്, ബാബു ദേവസി എന്നിവരുടെ കൂട്ടായ്മയ്ക്ക് ക്യാമറയും സംവിധാനവും ചെയ്തത് രഘു പേരാമ്പ്രയാണ്. രാഖി അഭിലാഷ്, ജിച്ചോ പായമ്മൽ, മാസ്റ്റർ നിരഞ്ജൻ സുരേഷ്, പാർവതി വിശ്വനാഥ് എന്നിവർ അഭിനയിച്ചു. പുഴയിലും പൂമരച്ചോട്ടിലും ഞാനെൻ്റെ കവിതയെ തേടി. പൂവിലും പുഴയിലും പൂമരച്ചോട്ടിലും ഞാനെൻ്റെ കവിതയെ തേടി. പകലിനെ ഇരുൾ ഉണർന്നു എൻ പ്രണയിനിയഴിച്ചിട്ട കൂന്തലിനിടയിലും തേടി. കൂന്തലിനിടയിലും തേടി. പൂവിലും പുഴയിലും പൂമരച്ചോട്ടിലും ഞാനെൻ്റെ കവിതയെ തേടി. ഞാനെൻ്റെ കവിതയെ തേടി. കാനനച്ചായയിൽ കാർവണ്ടു മൂളുന്ന പാട്ടിൻ്റെ ഇടയിലും തേടി. കാനനച്ചായയിൽ കാർവണ്ടു മൂളുന്ന പാട്ടിൻ്റെ ഇടയിലും തേടി. കോലക്കുഴൽ പാട്ടിൻ ഈണത്തിലും പിന്നെ വീണതൻ തന്ത്രിയിലും തേടി. കോലക്കുഴൽ പാട്ടിൻ ഈണത്തിലും പിന്നെ വീണതൻ തന്ത്രിയിലും തേടി. വീണതൻ തന്ത്രിയിലും തേടി. പൂവിലും പുഴയിലും പൂമരച്ചോട്ടിലും ഞാനെൻ്റെ കവിതയെ തേടി. ഞാനെൻ്റെ കവിതയെ തേടി.
പൂവിലും പുഴയിലും പൂമരച്ചോട്ടിലും ഞാൻ എൻ്റെ കവിതയെ തേടി പകലിനേരുണർന്നു എൻ പ്രണയിനി അഴിച്ചിട്ട കൂന്തലിനിടയിലും തേടി. അനിശ്ചിതത്വങ്ങളെ മാറ്റി നിർത്തി പ്രവാസികളും സ്വദേശികളും കോവിഡ് മാനദണ്ഡങ്ങൾ പാലിച്ചുകൊണ്ട് പഴയ ജീവിതശൈലിയിലേക്ക് തിരിച്ചു വരുന്നു. കുട്ടികളും മാതാപിതാക്കളും സുഹൃത്തു വലയങ്ങളും ചെറിയ രീതിയിൽ കൂടിക്കാഴ്ചകളുമായി ഒത്തുചേർന്നു. ഞങ്ങൾ ശരിക്കും വളരെ ക്ലോസ്ഡ് ആയിട്ടുള്ള ഫാമിലികളാണ് ഇവിടെ ഇപ്പോൾ ഔട്ടിങ് വന്നിരിക്കുന്നത്. കൊറോണ മൂലം ഞങ്ങൾ എവറി വീക്ക് ഞങ്ങൾ ഗാദറിംഗ് ചെയ്തുകൊണ്ടിരുന്നവര് ഇപ്പം 8 months ആയിട്ട് കുറെ നാളുകൾക്ക് ശേഷം ഞങ്ങൾ ഇപ്പോൾ ഒന്നിച്ച് കാണുന്നു. ഇനിയിപ്പോ നമ്മൾ എന്താ ചെയ്യേണ്ടതെന്ന് വെച്ചാൽ കൊറോണയുടെ കൂടെ നമ്മൾ വന്നിട്ടിരിക്കുക, നമ്മളെ കൊണ്ട് പറ്റുന്ന പ്രിക്കോഷൻസ് എടുക്കുക, ഹെൽത്തി ആയിട്ടിരിക്കുക. അതാണ് ഇപ്പൊ നമ്മളെ കൊണ്ട് ചെയ്യാൻ പറ്റുന്നത്. ഞാൻ കുവൈറ്റില് മിനിസ്ട്രിയുടെ പ്രൊജക്ട് മേഖലയിൽ വർക്ക് ചെയ്യുന്ന ആളാണ്. 7 മാസമായിട്ട് ഞങ്ങൾക്ക് വർക്ക് വളരെ കുറവാണ്. ഈ ഒരു സമയം വളരെ ബുദ്ധിമുട്ടായിരുന്നു. കാരണം എന്താ വെച്ചാൽ വീട്ടിൽ തന്നെ ഇരിക്കുക, ലോക്ക്ഡൗൺ ഇതെല്ലാം. ഞാനൊരു IT അഡ്മിനായിട്ട് വർക്ക് ചെയ്യുന്ന ആളാണ്. ഈ കൊറോണ എന്ന് പറയുന്ന ഒരു 5-8 മാസമായിട്ട് നമ്മുടെ കൂടെ തന്നെ ഉണ്ട്. പക്ഷേ പിന്നെ നമ്മളെങ്ങനെ ഓവർകം ചെയ്യാമെന്നുള്ളതാണ് നമ്മളിപ്പം പഠിച്ചുകൊണ്ടിരിക്കുന്നത്. ഇപ്പം 5-8 മാസമായിട്ട് ഞങ്ങളെല്ലാവരും വീട്ടിൽ തന്നെ ആയിരുന്നു. മിക്കവാറും പിള്ളേർ 8 മാസം കൂടിയിട്ടാണ് പിള്ളേരെല്ലാവരും ഇറങ്ങിയിരിക്കുന്നത്. ഞങ്ങൾ എത്രയും നാള് ലോക്ക്ഡൌണിലായിരുന്നു. 8 months കഴിഞ്ഞിട്ടാണ് ഞങ്ങളിപ്പോ പുറത്തോട്ട് ഇറങ്ങുന്നത്. ഐ ആം റിയലി എൻജോയിങ് ഇറ്റ്. ഇപ്പൊ ലോക്ക്ഡൌൺ ആയപ്പോൾ ഞങ്ങൾ വീട്ടിൽ ഓൺലൈൻ ക്ലാസ് ഇതൊക്കെ ആയിട്ട് ബോറൊക്കെ അടിച്ചിരിക്കുകയാണ്. അപ്പം ഞങ്ങളിപ്പം പുതിയ നല്ല കാര്യങ്ങളൊക്കെ ചെയ്യുന്നു. ലൈക്ക് ഡ്രോയിങ്, ആർട്ട്, റൈറ്റിംഗ്, അതൊക്കെ ചെയ്യണം. നമ്മളിപ്പോൾ വീട്ടിലിരിക്കുവാണെങ്കിൽ നമ്മളിപ്പോൾ ചുമ്മാ ഇരിക്കില്ല, എന്തെങ്കിലുമൊക്കെ നമ്മൾ ഒന്ന് ചെയ്യണം. എന്തെങ്കിലും ഓപ്പർച്യൂണിറ്റീസ് ഒക്കെ കിട്ടുന്ന സമയമാണ് ഇപ്പം. അപ്പം നമ്മൾ എല്ലാം ചെയ്യണം. Badr Al Sama Medical Center for 1 year Kuwait. Modern healthcare, humane care. Since 1942, more than 100 branches across Kuwait. Speedy credit anywhere in the world. Download the Al Muzaini app at your convenience, anytime, anywhere. Many reasons, one exchange. Al Muzaini Exchange, always near you. Our heroes at Highway Center is doing a wonderful job to ensure the safety of our customers. Stay safe and enjoy shopping. Highway Center, a complete family shopping experience. Fahil, Abbasiya and Mangaf. Badr Al Sama Medical Center for 1 year Kuwait. Modern healthcare, humane care. ഇന്ത്യൻ എംബസിയുടെ രജിസ്ട്രേഷൻ പുനഃസ്ഥാപിക്കപ്പെട്ട സംഘടനകൾ ഉൾപ്പെട്ടവരുടെ ലിസ്റ്റ് ഉടൻ പ്രസിദ്ധീകരിക്കുമെന്ന ഫെഡറേഷൻ ഓഫ് ഇന്ത്യൻ രജിസ്ട്രേഷൻ അസോസിയേഷൻ ഇന്ത്യൻ സ്ഥാനപതി ശ്രീ സിബി ജോർജുമായുള്ള കൂടിക്കാഴ്ചയിലാണ് അർഹതപ്പെട്ട സംഘടനകളുടെ ലിസ്റ്റ് ഉടൻ പ്രസിദ്ധീകരിക്കുമെന്ന് സ്ഥാനപതി പറഞ്ഞത്. സ്ഥാനപതിയുമായുള്ള കൂടിക്കാഴ്ചയിൽ ഫിറ പ്രസിഡന്റ് ബാബു ഫ്രാൻസിസ്, സെക്രട്ടറി ചാൾസ് പി ജോർജ്, ജീവ്സ് എരിഞ്ചേരി, ഷംസു താമരക്കുളം തുടങ്ങി കുവൈറ്റിലെ വിവിധ സംഘടനാ ഭാരവാഹികളും പങ്കെടുത്തു. ഏകദേശം 2.5 വർഷങ്ങൾക്ക് മുമ്പാണ് മുൻ ഇന്ത്യൻ സ്ഥാനപതി ശ്രീ ജീവാസാഗർ 100-ലധികം സംഘടനകളുടെ രജിസ്ട്രേഷൻ റദ്ദാക്കിയത്. ഏഷ്യാൻ ന്യൂസിലെ ടൈംസ് ഓഫ് കുവൈറ്റിൽ സംഘടനാ പ്രതിനിധികളെ സംഘടിപ്പിച്ചുകൊണ്ട് നടത്തിയ ചർച്ച എംബസിയിൽ സംസാര വിഷയമായിരുന്നു. അന്നത്തെ സംഘടനാ പ്രവർത്തനങ്ങളുടെ സുതാര്യതയും ആവശ്യകതയും എന്ന വിഷയത്തിലായിരുന്നു ചർച്ച സംഘടിപ്പിച്ചത്. ശ്രദ്ധേയമായ ആ ചർച്ചയുടെ പ്രസക്ത ഭാഗങ്ങളിലേക്ക്. ഇന്ന് സമൂഹത്തിനിടയിൽ നഷ്ടപ്പെട്ടുകൊണ്ടിരിക്കുന്ന സൗഹൃദങ്ങൾ, അയൽപക്ക ബന്ധങ്ങൾ എവിടെ പോകുന്നു? ഇത് പാർട്ടിയുടെ പേരിലാണോ, വിശ്വാസങ്ങളുടെ പേരിലാണോ, അല്ലെങ്കിൽ ഓരോരോ ഗ്രൂപ്പുകളുടെ പേരിൽ ഒതുങ്ങിത്തീരുവാണോ? ചിന്തിക്കേണ്ട വിഷയമാണ്. ആ ഒതുങ്ങിത്തീരലുകൾ നാളെ മറ്റൊരു പൊട്ടിത്തെറിയിലേക്ക് ചെന്നെത്താൻ സാധ്യതയില്ലേ? നമുക്ക് ആ പഴയ സൗഹാർദ്ദങ്ങൾ തിരിച്ചു കൊണ്ടുവരാൻ സാധിക്കണം. സമാധാനം സമൂഹത്തിനിടയിൽ എത്തിക്കണം. കുവൈറ്റിൽ നടക്കുന്ന ഇതുപോലുള്ള സംഘടനാപരമായ ബോധവൽക്കരണങ്ങളൊക്കെ സാധാരണക്കാർക്കിടയിലേക്ക് വരുന്നുണ്ടോ? ഈ അടുത്ത കാലങ്ങളിൽ നമ്മൾ ശ്രദ്ധിക്കപ്പെട്ട ഒരു കാര്യങ്ങളെന്ന് പറഞ്ഞാൽ പല തിക്താനുഭവങ്ങൾ കുട്ടികൾക്കാവാം, അല്ലെ മറ്റു ചിലർ ജോലി നഷ്ടപ്പെടുന്നതാവും, അല്ലെ കൃത്യമായിട്ട് പ്രതികരിക്കാൻ പലപ്പോഴും നമുക്ക് സാധിക്കാറില്ല. അതിൻ്റെ കാരണം ഈ ഒരു ഗ്രൂപ്പിസമാണോ, അല്ലെങ്കിൽ നമ്മൾ ഏതെങ്കിലും ഒരു ചട്ടക്കൂടിൽ ഒതുങ്ങിക്കൂടുന്നതാണോ? നിക്സന്റെ ചോദ്യം വളരെ പ്രസക്തമാണ്. കാരണം ഇത് വാസ്തവത്തിൽ ഒരു സംഘടനാ പ്രവർത്തനത്തിൻ്റെ ഭാഗമായിട്ടോ അതിൻ്റെ കുറവുകൊണ്ടോ ഉണ്ടാകുന്നതല്ല.
സംഘടനാ പ്രവർത്തനം വളരെ വ്യാപകമായിട്ട് തന്നെയാണ് കുവൈറ്റിലുള്ളത്. മറ്റ് ഗൾഫ് നാടുകളെ അപേക്ഷിച്ച് നോക്കുകയാണെങ്കിൽ അതേ രീതിയിൽ തന്നെ ഇപ്പോൾ ദുബായിലെ സംഘടനാ പ്രവർത്തനങ്ങൾക്കൊപ്പം നിൽക്കുന്ന രീതിയിൽ കുവൈറ്റിലെ സംഘടനാ പ്രവർത്തനം വളർന്നിട്ടുണ്ട്. 2000-ന് ശേഷം വലിയ രീതിയിലുള്ള സംഘടനാ പ്രവർത്തനം വന്നിട്ടുണ്ട്. ഡിസ്ട്രിക്റ്റുകൾ തോറും അല്ലെങ്കിൽ പഞ്ചായത്തുകൾ തോറും സംഘടനകൾ എന്ന രീതിയിലേക്ക് സംഘടനാ പ്രവർത്തനം വളർന്നു എന്നുള്ളതാണ് ഇവിടെ കുവൈറ്റിനെ സംബന്ധിച്ച് കാണാൻ സാധിക്കുന്നത്. ആ രീതിയിലുള്ളൊരു പ്രവർത്തനം മറ്റ് ഗൾഫ് രാജ്യങ്ങളിലുണ്ടോ എന്ന് ചോദിച്ചു കഴിഞ്ഞാൽ ഇല്ല എന്ന് പറയേണ്ടി വരും. അതായത് ഇപ്പോൾ നമ്മൾ കാണുന്ന സംഘടനകൾ ഒരുപാട് പ്രവർത്തന മേഖലകളിൽ എല്ലാ സംഘടനകളും ഉണ്ട്. പക്ഷേ ഈ സംഘടനകൾ, ചില സംഘടനകളൊക്കെ വ്യക്തി താല്പര്യങ്ങൾക്കും അല്ലെങ്കിൽ തൻ്റേതായ ചില സ്വാർത്ഥപരമായ താല്പര്യങ്ങൾ അല്ലെങ്കിൽ വ്യക്തിപരമായ താല്പര്യങ്ങൾ സംരക്ഷിക്കാൻ വേണ്ടി കൊണ്ടുവന്നതായിട്ടും കാണാൻ സാധിക്കും. എന്ന് പറഞ്ഞാൽ വളരെ തുച്ഛമായ അംഗങ്ങളുള്ള സംഘടനകളുണ്ട്. സംഘടനകളിലൂടെ പല കാര്യങ്ങൾ ചെയ്യാൻ സാധിക്കുന്നുണ്ട്. പക്ഷേ ഈ അടുത്ത കാലത്ത് നമുക്കിപ്പം കേരള ലോകസഭയിലേക്ക് കുവൈറ്റിൽ നിന്ന് തിരഞ്ഞെടുക്കപ്പെട്ടു. അതിനകത്തൊരു പല സംശയങ്ങൾ ആൾക്കാർക്കുണ്ട്. എന്ന് വെച്ച് കഴിഞ്ഞാൽ ഓരോ ആൾക്കാർക്ക് വീതം വെച്ച് കൊടുത്ത പോലെ ഒരു തോന്നൽ തോന്നി. ശരിയാണോ തെറ്റാണെന്നറിയില്ല. കാലാകാലങ്ങളായിട്ട് ജെയ്സൺ ഒരു സംഘടനയെ പ്രതിനിധീകരിക്കുന്നതാണ്. എന്തു പറയുന്നു? തീർച്ചയായിട്ടും ഇതുപോലുള്ള കാര്യങ്ങളിലൊക്കെ കേരള ഗവൺമെൻറ്റിൻ്റെയോ അല്ലെങ്കിൽ കേന്ദ്ര ഗവൺമെൻറ്റിൻ്റെയോ ഒക്കെ ശക്തമായ ഇടപാടുകൾ നടക്കുന്നുണ്ട്. കാരണം നമ്മുടെ ഇപ്പോഴത്തെ ഈ ലോക കേരള സഭയിൽ അത് നോക്കുകയാണെങ്കിൽ അതിനകത്ത് പല പല ഇടപെടലുകളും ചില സംഘടനയിൽപ്പെടുന്ന ആൾക്കാരെ പ്രൊമോട്ട് ചെയ്യുന്നു. കാരണം അവരുടെ ഭരണത്തിൽ നിൽക്കുമ്പോൾ ഉണ്ടാകുന്നുണ്ട്. അങ്ങനെ പല പല കാര്യങ്ങൾ ചെയ്യുന്നുണ്ട്. എന്തായാലും കേരള ലോകസഭ എന്ന് പറഞ്ഞൊരു ആശയം കൊണ്ടുവന്നത് തീർച്ചയായിട്ടും അഭിമാനകരം തന്നെയാണ്. കാരണം നമ്മുടെ പ്രവാസികൾ അനുഭവിക്കുന്ന ഈ പ്രശ്നങ്ങൾ നമ്മുടെ സർക്കാർ തലത്തിലും മറ്റു കാര്യങ്ങളിലേക്കും എത്തിക്കാനായിട്ട് നമുക്ക് സാധിക്കുന്നു എന്നതിൽ തീർച്ചയായിട്ടും അതിൽ പല പല അവസ്ഥകളുണ്ട്. എല്ലാ കാര്യങ്ങൾക്കും അതിൻ്റെതായ പോസിറ്റീവ് വശം ഉണ്ടാകും, നെഗറ്റീവ് വശം ഉണ്ടാകും. അപ്പം നമ്മുടെ ഇവിടുത്തെ ഒരു ലീഗൽ അഡ്വൈസറാണ് മിസ്റ്റർ രാജേഷ് സാഗർ. ആക്ച്വലി ഇവിടെ ഒരു നമ്മൾ മുമ്പേ ഇവർ സംസാരിച്ചതിൽ നിന്ന് മനസ്സിലാക്കാൻ സാധിച്ച ഒരു കാര്യം, അതായത് ഇപ്പോൾ ഈ അല്ലെങ്കിൽ കേരള ലോകസഭയിലേക്ക് വീതം വെച്ച് കൊടുക്കുന്ന പോലെ ഒരു തോന്നൽ ആൾക്കാർക്ക് തോന്നി. അതായത് ഏത് പാർട്ടിയാണോ ഭരിക്കുന്നത്, ഇപ്പോൾ നോർക്കായിലോട്ടാണെങ്കിൽ പോലും ആ പാർട്ടിയെ ബന്ധപ്പെടുത്തിയാണ് ആൾക്കാരെ കൊടുക്കുന്നത്. അത് അവരുടെ കോഴ്സ് കഴിയുമ്പം മാറുകയും ചെയ്യും. അപ്പോഴും നമുക്ക് പ്രവാസികൾക്കിടയിലുള്ള പ്രവർത്തനങ്ങൾക്ക് പോലും പാർട്ടി അടിസ്ഥാനത്തിൽ മാത്രമേ പ്രവർത്തിക്കാൻ പറ്റൂ എന്നുള്ളൊരു സാഹചര്യമാണ് ഈ വിദേശത്ത് പോലും കാണുന്നത്. എങ്ങനെ വിലയിരുത്തുന്നതിന്? അല്ല, അത് എനിക്ക് ഈ അടുത്ത കാലത്താണ് ഈ രാഷ്ട്രീയപരമായി പ്രവാസികളെ ബോധവൽക്കരിക്കുകയും അവരെ വിവിധ സംഘടനകളുടെ കീഴിൽ അണിനിരത്തുകയും ചെയ്യുന്നത്. ഇതിൻ്റെ അടിസ്ഥാനപരമായ കാരണം ഇപ്പോഴാണ് പ്രവാസികൾക്ക് വോട്ടവകാശം പൂർണ്ണമായ രീതിയിൽ കിട്ടിയത്. കുവൈറ്റ് മലയാളി സമാജം നമ്മുടെ വ്യക്തിബന്ധങ്ങൾക്ക് അത് വിഘാതമാകുന്ന തരത്തിൽ അത് ഒരു യാന്ത്രികമായ ഒരു ജീവിത രീതി അനുവർത്തിക്കുന്ന ഒരു സാമൂഹിക ചക്രത്തിലേക്ക് നമ്മൾ നീങ്ങിക്കൊണ്ടിരിക്കുകയാണ്. ഞാനും എൻ്റെ കുടുംബം എന്ന ചിന്ത മാറി ഞാനും എൻ്റെ പാർട്ടി, ഞാനും എൻ്റെ മതവും എന്ന് ചിന്തിക്കുന്ന ഒരു തരത്തിലേക്ക് നമ്മുടെ സാമൂഹിക ജീവിതക്രമം ചുരുങ്ങിയിരിക്കുകയാണ്. ഇന്ത്യൻ കലാ ഉപാസകരുടെ ഏറ്റവും പ്രധാനപ്പെട്ട ഒരു ആഴ്ചയാണ് കടന്നുപോയത്. വിദ്യാരംഭവും നവരാത്രിയുമൊക്കെ പോയ വാരത്തിലായിരുന്നു. ഇതിനോടനുബന്ധിച്ച് മനോഹരമായ ഒരു വീണവാദനവുമായി 7 സ്വരങ്ങളിലേക്ക് ഒരിക്കൽ കൂടി സ്വാഗതം. നമ്മളൊക്കെ കരുതും പ്രവാസ ലോകത്ത് ജീവിക്കുന്ന കുട്ടികൾക്ക് നമ്മുടെ നാടൻ ശൈലിയും ശുദ്ധ സംഗീതവും അതിൻ്റെ ഉറവിടങ്ങളൊന്നും അറിയില്ല. പ്രവാസ ലോകത്ത് തനതായ രീതിയിൽ വീണാവാദനത്തിലൂടെ 12ാം ക്ലാസ് പഠിക്കുന്ന സുധാ ഹരിനാരായണനാണ് ഇന്ന് നമ്മോടൊപ്പം ഉള്ളത്. മലയാളികളാണെങ്കിലും അച്ഛൻ തിരുവനന്തപുരം സ്വദേശിയാണെങ്കിലും അമ്മ തൃശ്ശൂരാണെങ്കിലും തമിഴ്നാട്ടിൽ ആണ് അവർ സെറ്റിലായിരിക്കുന്നത്. അതുകൊണ്ട് തന്നെ തമിഴാണ് അവർ സംസാരിക്കുന്നത്. ഈ നവരാത്രി ആഘോഷങ്ങളുടെ ഭാഗമായിട്ടാണ് നമ്മളിവിടെ ഇരിക്കുന്നത്, അറിയാലോ അല്ലേ? നവരാത്രിയുടെ പ്രത്യേകത എന്തൊക്കെയാണ്? Navaratri is celebrated for 9 days. The first 3 days for Durga, then the 3 days for Lakshmi, and the last 3 days for Saraswati. The 10th day is celebrated as Vijayadashmi, and it signifies the victory of good over evil. അപ്പം നവരാത്രിയോടനുബന്ധിച്ച് പൂജവെപ്പും പൂജയെടുപ്പും ഒക്കെ നിങ്ങളുടെ ഉപകരണങ്ങളും അല്ലെങ്കിൽ പഠന സാമഗ്രികളും ഒക്കെ വെച്ച് ചെയ്തിരുന്നോ? ഇന്ന് ഏത് പാട്ടിലൂടെയാണ് നമ്മുടെ തുടക്കം? நான் வாசிக்கிறது ஹிமகிரி தனியே கிருதி by முத்தையா பாகவதர், ராகம் சுத்த தன்யாசி, set to தாளம் ஆதி. Okay, please.
ഭംഗിയുണ്ട് കേട്ടോ വായിച്ചത്. പക്ഷേ നമുക്കൊരു നമ്മുടെ മലയാളം ചാനലാണ്, മലയാളം ഒരു പാട്ട് വേണം. അപ്പം നമുക്ക് ആ ഏതോ വാർമുകിലിൽ കിനാവി മുത്തായി നീ വരുമോ നോക്കാം. മനോഹരമാണ്, എത്ര സുഖമാണല്ലേ നമ്മുടെ ആ വീണവാദനം എന്ന് പറയുന്ന നമ്മുടെ നാടൻ സംഗീതത്തിൽ. എത്ര വർഷമായിട്ട് പഠിക്കുന്നു വീണ? Around 6 years. 6 years അല്ലേ? ഓക്കെ. ഈ ഒരു 6 years കൊണ്ട് എന്തെങ്കിലും ആയിന്ന് തോന്നുന്നുണ്ടോ? I have reached a level, small level. I've started learning kritis, all this, and I'm keeping on practicing. അപ്പോൾ ടഫാണല്ലോ അല്ലേ അത് പഠിക്കാൻ? അപ്പം ഒരുപാട് ടൈം സ്പെൻഡ് ചെയ്യണ്ടേ? അപ്പൊ ഇത് പഠനത്തെ ബാധിക്കാറുണ്ടോ? I manage my studies and Veena accordingly, and both of them go together. But as now I'm in 12th, timing is a little problem. 2 പാട്ടുകൾ മനോഹരമായിട്ട് സുധ വായിച്ചു. അപ്പോഴാണ് നമ്മൾ ഒന്ന് തമിഴ്നാട്ടിലേക്ക് വീണ്ടും തിരിച്ചു പോയി കഴിഞ്ഞാൽ കണ്ണാര കണ്ണേറ ആ പാട്ടറിയോ? അതേത് പടം? വിശ്വാസം. ആരാണ് മ്യൂസിക്? ഇമാൻ സർ. ഓ വണ്ടർഫുൾ. ഓക്കെ. ഇതുപോലുള്ള ജ്ഞാനം അല്ലെങ്കിൽ അറിവ് കുട്ടികൾക്ക് എത്ര ആവശ്യകതയാണെന്നുള്ളതാണ്. കാരണം ആ സിദ്ധി എവിടുന്ന് വന്നു എന്നൊക്കെ അറിഞ്ഞ് മനപ്പാടമാക്കി അത് സ്ട്രിങ്സിലൂടെ വായിക്കുമ്പോഴാണ് ശരിയായ സംഗീതത്തെ പറ്റി വരിക. അപ്പോൾ അത് കേട്ടുകളെ. കാതുകൾക്ക് എന്തൊരു ഇമ്പമാണല്ലേ. ഇതൊക്കെയാണ് നല്ല ശുദ്ധ സംഗീതത്തിന്റെ പ്രത്യേകത എന്ന് പറയുന്നത്. ഇതൊക്കെ ഇവിടെ കിട്ടുമോ എന്ന് ചോദിച്ചു കഴിഞ്ഞാൽ വളരെ ബുദ്ധിമുട്ടാണ്. എല്ലാവർക്കും അതിനുള്ള സൗകര്യമില്ല. എങ്കിൽ കൂടി നമ്മുടെ കുട്ടികൾ അതിമനോഹരമായ ഗാനങ്ങളിലൂടെ പലപ്പോഴും പ്രവാസികളിൽ നല്ല നല്ല പ്രോഗ്രാമുകളിൽ പങ്കെടുക്കാറുണ്ട്. അതൊക്കെയാണ് ഇതുപോലുള്ള പാൻഡമിക് സിറ്റുവേഷൻസിനെ പോലും അതിജീവിക്കാൻ നമ്മുടെ പുതിയ ജനറേഷനിലെ കുട്ടികൾക്ക് സാധിക്കാറുള്ളത്. ഏത് പാട്ടാണ് സുധയ്ക്ക് അറിയാവുന്നത്? അടുത്ത ഏത് പാട്ടാണ് നമുക്ക് വേണ്ടി വായിക്കുന്നത്? ഓംകാരനാഥാനി ഫ്രം ദ മൂവി ശങ്കരാഭരണം. ശങ്കരാഭരണം എന്ന് പറയുന്ന സിനിമയിൽ സോമയാജുലു അഭിനയിച്ച് എന്താ പറയാ എല്ലാവരെയും എല്ലാ ഭാഷയിലുള്ളവരെയും ആകർഷിച്ചൊരു പടം. കെ വിശ്വനാഥിന്റെ സംവിധാനത്തിൽ KV മഹാദേവൻ സംഗീതം നിർവഹിച്ച ഒരു എന്താ പറയുക ഒരു വണ്ടർഫുൾ സോങ്സ്. നമ്മുടെ SP-യുടെ ഏറ്റവും മനോഹരമായ ഗാനങ്ങളിലൊന്ന്. ഓംകാരനാദാനുസന്ധാനമൗഗാനമേ ശങ്കരാഭരണമോ ശങ്കരാഭരണമോ.
Badr Al Sama Medical Center, Fawwania, Kuwait. Modern healthcare, humane care. Since 1942, more than 100 branches across Kuwait. Speedy credit anywhere in the world. Download the Al Muzaini app at your convenience, anytime, anywhere. Many reasons, one exchange. Al Muzaini Exchange, always near you. Our heroes at Highway Center is doing a wonderful job to ensure the safety of our customers. Stay safe and enjoy shopping. Highway Center, a complete family shopping experience. Fahil, Abbasiya and Mangaf. Badr Al Sama Medical Center, Fawwania, Kuwait. Modern healthcare, humane care. ഈ ഒരു പാൻഡമിക് സിറ്റുവേഷൻസിൽ ഏറ്റവും കൂടുതൽ ബാധിച്ചത് കലാകാരന്മാരെയാണെന്ന് പറയാം. കാരണം നാട്ടിൽ പെട്ടുപോയ കുറെ ആൾക്കാർ, അതുപോലെ തന്നെ വിദേശങ്ങളിൽ പെട്ടുപോയ ആൾക്കാർ, അതുപോലെ തന്നെ പലപ്പോഴും നമുക്ക് ഒരു ഇൻസ്ട്രുമെന്റ് വായിക്കുന്ന ഒരാൾക്ക് അവരുടെ കൂടെ വായിക്കുന്ന ആൾക്കാർ കിട്ടാതെ വരുന്ന ബുദ്ധിമുട്ടുകൾ, അങ്ങനെയൊക്കെയുള്ള ഒരുപാട് കടമ്പകൾ കടന്നാണ് ഈ ഒരു സംഗീത ലോകം കടന്നുപോയിക്കൊണ്ടിരിക്കുന്നത്. അതുകൊണ്ട് തന്നെ ഞങ്ങൾ ഇന്ന് ഈ നടത്തുന്ന കച്ചേരിയിൽ തന്നെ, അല്ലെങ്കിൽ ഒരു ചെറിയ കൺസേർട്ടിലും ഉള്ള ഇൻസ്ട്രുമെന്റ്സ് വെച്ച് വായിക്കാൻ അറിയാത്ത ഞാനും പാടാൻ അറിയാത്ത ഞാനും ശ്രുതിയോടുകൂടി സഹകരിച്ചുകൊണ്ടാണ് പോകുന്നത്. കണ്ടുകൊണ്ടിരിക്കുന്ന പ്രേക്ഷകർക്ക് അരോചകത്വം തോന്നിയാൽ അതിനകത്ത് അസ്വാഭാവികത വരിക. കാരണം ഇതെല്ലാം ഇപ്പോഴത്തെ ഒരു സാഹചര്യത്തിൽ നിന്ന് നമ്മൾ ഉരുത്തിരിഞ്ഞ ഒരു കാര്യങ്ങളാണ്. അപ്പൊ അതുകൊണ്ട് തന്നെ ഞങ്ങളും ആ പരിമിതമായ സ്ഥലത്തിരുന്നുകൊണ്ട് തന്നെ ഉള്ള ഇൻസ്ട്രുമെന്റ്സ് ഒക്കെ വെച്ച് ആ അഭിരുചി പങ്കുവയ്ക്കുകയാണ്. ഇതുപോലെയുള്ള നല്ല കലാകാരന്മാരെയും കലാകാരികളെയും അതുപോലെ മറ്റു ഗായകരെയൊക്കെ ഉൾപ്പെടുത്തിക്കൊണ്ടുള്ള മറ്റൊരു ഏശ്വരങ്ങളുമായി കണ്ടുമുട്ടാം. 2020 കഴിഞ്ഞുപോയ പാതി നമ്മെ കുറേയേറെ കാര്യങ്ങൾ പഠിപ്പിച്ചു. ബന്ധങ്ങൾ, സൗഹൃദങ്ങൾ, ജോലി, സാഹചര്യങ്ങൾ, അങ്ങനെയെല്ലാം എത്രമാത്രം അനിശ്ചിതത്വം നിറഞ്ഞതാണെന്ന് നമ്മെ മനസ്സിലാക്കി തന്നു. ഈ ഓർമ്മപ്പെടുത്തലുകളോടെ ഈ ആഴ്ചത്തെ എപ്പിസോഡ് വൈൻഡപ്പ് ചെയ്യാൻ സമയമായി. അടുത്ത ആഴ്ച വീണ്ടും കാണും വരെ ഇറ്റ്സ് ചിന്നു സൈനിങ് ഓഫ്. മസലാമ. Al Muzaini app at your convenience, anytime, anywhere. Badr Al Sama Medical Center, Fawwania, Kuwait. Modern health